ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ലോഗ്സ്. ഇന്ന് വാമിയുടെ ഒരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ്. അത് മാത്രമല്ല, കൂടെ ഞാൻ കുറച്ച് ടിപ്സ് കൂടെ പറയുവാണ്. അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, വാമി എങ്ങനെയാണ് ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വാമി ഇരിക്കാറുണ്ടോ എന്നൊക്കെ. സാധാ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവളും അങ്ങനെ ഇരിക്കാറില്ല. ചിലപ്പോഴൊക്കെ അവളുടെ മൂഡൊക്കെ മാറിയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ അപ്പോഴുള്ള ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ചില കുട്ടികളൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യാനൊക്കെ ഇരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫേവറേറ്റ് ടോയ്സ് ഒക്കെ ഫ്രണ്ടിൽ വെച്ചെടുക്കാം. ഫേവറേറ്റ് ടോയ്സോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് വയ്ക്കാൻ കൊടുക്കാം. അതുപോലെ നമ്മൾക്ക് ഹെയർ ബാൻഡ് കൊടുക്കാം. അതുപോലെ അവരുടെ മുന്നിൽ എന്തെങ്കിലും നമ്മുടെ തന്നെ എന്തെങ്കിലും ഓർണമെന്റ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുത്താം. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ അതിലോട്ടാവും. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ പക്ഷെ നമ്മളിത് കൊടുക്കുമ്പോൾ കൂടെ ശ്രദ്ധിക്കുക, കുട്ടി ഇതൊന്നും വായിൽ വെക്കാൻ പാടില്ല. കുഞ്ഞു കുട്ടികളാണ്, ചോക്കിംഗ് ഹസാർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ അവളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ അവൾ കൊടുക്കാൻ പോകുന്നത് അവളുടെ ഫേവറേറ്റ് ഒരു ടോയും പിന്നെ കുറച്ച് ഹെയർ ബാൻഡ്സും അതുപോലെ തന്നെ അവളൊരു ഫേവറേറ്റ് ബോട്ടിലുമാണ്. അപ്പം ഞാൻ വാമിക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്നത് അവളുടെ ഫേവറേറ്റ് ഡോളാണ്. ഫസ്റ്റ് വൺ അവളുടെ ഫേവറേറ്റ് ഡോൾ. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഞാൻ കൊടുക്കാൻ പോകുന്നത് അവളുടെ ഫേവറേറ്റ് ലവ് ലാപ്പിൻ്റെ ബി ബോട്ടിലാണ്. ഇതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഹെയർ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുട്ടി ഹൈഡ്രേറ്റഡ് കൂടെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ കൊടുക്കുന്നത് ഒരു പൊട്ടിയ മൊബൈൽ ഫോൺ. ഒരു ഉപയോഗമില്ല, പക്ഷെ ഞാൻ ഇത് കൊടുക്കുകയാണ്. പിന്നെ കുറേ ഹെയർ ബാൻഡ്സും പിന്നെ ഒരു ബ്രഷും കൊടുക്കുന്നുണ്ട്. ഇതും ലവ് ലാപ്പിൻ്റെ ആണ് കേട്ടോ, ഗ്രൂമിങ് ബ്രഷാണ്. നല്ല കംഫർട്ടുള്ള ബ്രഷാണ്. ഇത് അവൾക്ക് ഞാനിപ്പോൾ കളിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്, എന്നാലേ കുട്ടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കത്തുള്ളൂ. കൂടെ കുറേ ഹെയർ ബാൻഡ്സ് ഉണ്ട്. ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ലവ് ലാപ്പിൻ്റെ സൂപ്പർ സിപ്പറാണ് കേട്ടോ. ഇത് ഓൺ ടച്ച് ബട്ടണോട് കൂടിയാണ് വരുന്നത്. നല്ല സൂപ്പർ ക്യൂട്ട് ഹാൻഡിലുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈൻ ഉണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ, ഒരു ബീഡ് ഷേപ്പാണ് കേട്ടോ. ഇതുപോലെ ഓൺ ടച്ച് ബട്ടണിൽ തന്നെ നമ്മുടെ സ്ട്രോ പോപ്പ് ചെയ്യും. 550 ml കപ്പാസിറ്റിയുള്ള ഈ ഒരു സൂപ്പർ സിപ്പർ 6 months മുതൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് BPA ഫ്രീ ആണ്. മാത്രമല്ല എൻ്റെ ബോഡി ഫുൾ സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻറ്റി ഡ്രിപ്പ് ക്ലോഷർ സിസ്റ്റമാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ 550 ml എന്ന് പറയത്തില്ല, ഇതിൻ്റെ കപ്പാസിറ്റി 550 ml ആണ് കേട്ടോ. അകത്തുണ്ട് നല്ല സ്റ്റീൽ ബോഡിയാണ്. BPA ഫ്രീ ആണ്. അത് കുട്ടികൾക്ക് സേഫ് ആണ്. പിന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു റിമൂവബിൾ സൈഡ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ വാമിക്ക് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് വാമി അവിടെ ഡോളും ഒക്കെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് നമ്മൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അതായത് ഹെയർ സ്റ്റൈൽ ചെയ്ത് നല്ലോണം സെറ്റ് ചെയ്യാം. ഞാനിന്ന് വാമിയുടെ ഹെയർ സ്റ്റൈലിംഗ് കാണിക്കുന്ന ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ഹെയർ സ്റ്റൈലാണ്, മോസ്റ്റ് റിക്വസ്റ്റഡ് വൺ ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഹെയർ രണ്ടും 2 പോർഷൻസ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റു പോർഷൻ സെക്യൂർ ചെയ്യാനായിട്ട് ഞാനൊരു ഹെയർ ബാൻഡ് വെച്ച് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ബ്രൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഹെയർ ഒന്നും ഇപ്പുറത്തെ പോർഷനോട്ട് വരരുത്. അങ്ങനത്തെ രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ബ്രൈഡ് ചെയ്യുന്ന ആ പോർഷൻ നല്ലോണം ഒന്ന് ചീകി ഒതുക്കുന്നുണ്ട്. അത് ഒതുക്കിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ കുറച്ച് പാർട്ട് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. ഈ പോർഷനിൽ നിന്നാണ് നമ്മൾ ബ്രൈഡ് ചെയ്ത് തുടങ്ങേണ്ടത്. ഞാനിപ്പോൾ ഇൻവേർട്ട് ബ്രൈഡിങ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് സാധാരണ നമ്മൾ ബ്രൈഡ് ചെയ്യുന്ന പോലെയല്ല, അത് തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ഫസ്റ്റ് ബ്രൈഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന ആ മുടിയുടെ കൂടെ ഒരു സെക്ഷനായിട്ട് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ നിന്ന് ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അതുപോലെ അടിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന ആ പോർഷൻ്റെ കൂടെ ഈ ഒരു പോർഷൻ ഓഫ് ഹെയർ കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ ബ്രൈഡ് ചെയ്യാൻ.
അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷൻ നോക്കുമ്പോൾ തന്നെ കണ്ടോ, നല്ലൊരു 3D ഇതുപോലെ കാണുന്നുണ്ട്. നല്ല ഒരു രസമാണ് അത് കാണാൻ തന്നെ. അപ്പോൾ ഈ ഒരു ബ്രൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഹെയർ എടുത്തെടുത്ത് വേണം ചെയ്യാൻ. അതുപോലെ ലാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേക്കും ഞാൻ അത് ഒന്ന് ഹെയർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. വാമി ചോദിച്ചപ്പോൾ തന്നെ ആ ഓറഞ്ച് കളർ ബാൻഡ് എടുത്ത് എനിക്ക് കൈ തന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടോ, കുട്ടികളെ നമ്മൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുത്തുകയും ചെയ്യാം, അവരുടെ ആ ഒരു ഇതിൽ ഇൻവോൾവ് ആയിരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾക്കൊരു ശ്രദ്ധയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ സെക്യൂർ ചെയ്തു. അതിനുശേഷം ഞാൻ ആ ഒരു സൈഡിലുള്ള ബ്രൈഡ്സിനെയൊക്കെ ഞാനൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊന്ന് വിടർത്തി വെച്ചപ്പോഴത്തേക്കും അതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയായി. അതുപോലെ തന്നെ അതിൻ്റെ വോളിയം കുറച്ചുകൂടെ കൂടിയതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു അങ്ങനെ ലൂസൺ ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത്. അടുത്ത് നെക്സ്റ്റ് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ച സൈഡും കൂടെ ഞാൻ ഇതുപോലെ തന്നെയാണ് ബ്രൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രൈഡ് ചെയ്തതിന് ശേഷം ഉണ്ടോ, ആ പിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷാണ് കേട്ടോ കിട്ടുന്നത് ഈ ഒരു ബ്രൈഡിങ്ങിന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഈ ടിപ്സൊക്കെ സൂപ്പർ അല്ലേ? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ മാമിക്ക് ഹെയർ സ്റ്റൈലിങ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ടിപ്സ് നിങ്ങൾ കൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് മാമി ഹെയർ സ്റ്റൈൽ? സൂപ്പർ, നല്ല അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ഇത് ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? ഈ ഹെയർ സ്റ്റൈൽ മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന എന്ത് ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഈ ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോ, ബൈ, ടേക്ക് കെയർ.